പേടിക്കണ്ട. എന്റെ വിവാഹം എത്ര ആർഭാടമായിട്ട് ഇവിടെ നടക്കുന്നോ അതിനേക്കാൾ ആർഭാടമായിട്ട് കീർത്തിയുടെ വിവാഹം നമുക്ക് നടത്താം. എഞ്ചിൻ അങ്ങോട്ട് പോയപ്പോ കമ്പാർട്ട്മെന്റിന് പുറകെ പോകണ തിടുക്കത്തിലല്ലേ? പിന്നെ കമ്പാർട്ട്മെന്റും പോയിട്ട് വരാം. പോയിക്കോ. എന്താ ചെയ്യും? സാറ് വന്നേ, എത്ര എപ്പോഴത്തെ റെഡിയാവന്നേ? വന്നേന്ന്. അമ്മേ, ഞാൻ അടുക്കളയിലോട്ട് ചെല്ലട്ടെ. അലങ്കാരങ്ങളൊക്കെ കാണുമ്പോ പേടിയാവണമേ. എന്റെ കണക്കുകൂട്ടല് ശരിയാണെങ്കില് ഒന്നും പേടിക്കേണ്ടതില്ല. എന്താ എല്ലാവരുടെ ഒരു ഉത്സാഹം! മിക്കവാറും ഈ ഹൽദി ചടങ്ങ് നടക്കുന്ന സമയത്ത് തന്നെ ഗാദി പാമ്പ് കൊത്താനുള്ള സാധ്യതയുണ്ട്. നിർമ്മലേ, അതിലൊരു കുഴപ്പമുണ്ട്. സത്യത്തിൽ ഈ ഹൽദി ചടങ്ങ് എന്ന് പറയുന്നത് നമ്മുടെ ചടങ്ങല്ലല്ലോ. അപ്പോ ഈ നോർത്ത് ഇന്ത്യക്കാരുടെ ചടങ്ങുകൾ നമ്മൾ ചെയ്യുമ്പോ നമ്മുടെ പാമ്പ് ഒന്ന് കൊത്തു. വിട്ടിട്ടൊന്നും പറയില്ലേ ഉദയേട്ടാ. ഏത് ഭാഗത്ത് വന്ന ആചാരമായാലും സംഗതി കല്യാണത്തിന് മുമ്പുള്ള ചടങ്ങ് തന്നെയല്ലേ? എന്റെ ദൈവമേ, ഹൽദി ചടങ്ങ് തീരുന്നതിന് മുമ്പ് തന്നെ അവളുടെ വീഴ്ച വന്ന് കണ്ടാ മതിയായിരുന്നു. ഗാദിക്ക് ഇന്ന് സർപ്പദംശനേറ്റ ഇന്ന് തന്നെ ഞങ്ങൾ തമ്മിലുള്ള ചടങ്ങ് നടത്തി തരുമേ? അയ്യോ, ഇത്രയ്ക്ക് ക്രൂരതയൊന്നും പറയില്ല എന്റെ മോളെ. ഒരു മരണം കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ 16 അടി ദൂരം കഴിയുന്നവരെങ്കിലും നമ്മൾ കാത്തിരിക്കണ്ടടി. ദേ, എല്ലാവരും മനസ്സുരുകി അങ്ങോട്ട് പ്രാർത്ഥിച്ചോ. ഈ ചടങ്ങ് നമുക്ക് കെങ്കേമമാക്കണം. കുറച്ചു നേരം കൂടി അവക്ക് ശ്വാസം കിടക്കുന്ന കിടക്കട്ടെടി. നാഗത്തറയില് തീരുമല്ലോ അത്. എന്താ നിർമ്മല ഒരു സ്വകാര്യം? അയ്യോ എന്റെ പൊന്നു സുമിത്രേ, എനിക്ക് എന്റെ മോളോടൊരു സ്വകാര്യം പോലും പറയാൻ പറ്റില്ലേ? ചടങ്ങുകൾ ആരംഭിക്കാനായിട്ട് ഇനി പ്രത്യേകിച്ച് എന്തെങ്കിലും മുഹൂർത്തം ഉണ്ടോ? ഏയ്, ഇതിനങ്ങനെ പ്രത്യേകിച്ച് മുഹൂർത്തമൊന്നുമില്ല. പണ്ടത്തെ ചടങ്ങൊന്നുമല്ലല്ലോ, പുതുതായിട്ട് കൂട്ടിച്ചേർത്തതല്ലേ. എന്തായാലും രാഹുകാലം കഴിഞ്ഞിട്ടങ്ങ് തുടങ്ങാം, അതാ നല്ലത്. സിത്താരെ, ഇതിന്റെ നിയമങ്ങളൊക്കെ ഒന്ന് നോക്കിക്കോണേ. ഇതാർക്കും അങ്ങനെ നിശ്ചയമൊന്നും ഇല്ലല്ലോ സുമിത്ര. ഓരോരുത്തരുടെ ഇഷ്ടത്തിന് അങ്ങ് ചെയ്യുന്നു, അത്രയല്ലേ ഉള്ളൂ. മാണിക്കുഞ്ഞെ, നവീനെ ഇങ്ങ് വിളിക്കേ. ഇപ്പൊ വിളിക്കാം മുത്തശ്ശി.
മുത്തശ്ശി, ഗംഭീരായിട്ടുണ്ട്. അങ്ങോട്ടേക്ക് ഇരുന്നോ. വാസാണേ ഇരിക്കും. സിനി മോളെ വിളിച്ചിട്ടോ. അങ്ങോട്ടേക്ക് ഇരിക്കും മോളെ.